അങ്ങനെ സായിയുടെ ഫാമിലിയും അപ്സരയുടെ ഫാമിലിയും വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ സായിയുടെ പട്ടിയൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞപ്പോൾ സായി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, മൈക്കൊക്കെ എടുത്തെറിഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും സായിയുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് കളിയാക്കുമെങ്കിലും ഈ ഒരു കാര്യമൊന്നും ഒരിക്കലും ട്രോളാനോ അങ്ങനെ കളിയാക്കാനോ ഒന്നും ഒരിക്കലും പറ്റത്തില്ല. കാര്യം സായിയുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഈ സ്നേഹയുടെയും ഈ അമ്മയുടെയൊക്കെ കേസിൽ, ഫാമിലി ഇഷ്യൂസിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്. അത് സായി അത് ഉള്ളിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങളാണ്. കാര്യം അത് സ്നേഹം മാക്സിമം തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സായി അതിനകത്ത് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എനിവേ എന്തായാലും തിരിച്ചിറങ്ങിയിട്ട് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോകാം. ജാസ്മിൻ മോളുടെ ഇന്നലത്തെ ഒരു സംഭവം നിങ്ങളെ കേട്ട് കാണാം. ജിൻഡോ കപ്പടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല, ഈ ബിഗ് ബോസിന് എന്ത് നിലവാരമുള്ളെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസ്മിൻ കപ്പടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു ഷോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ജാസ്മിൻ എന്ത് മെസ്സേജാണ് ഈ ആൾക്കാർക്ക് പബ്ലിക്കിനിടെ കൊടുത്തത്? വളരെ എന്താ പറയണ്ട, പബ്ലിക്കായിട്ട് വന്ന് ഒരാളെ എങ്ങനെ ചീറ്റ് ചെയ്യാമെന്ന് കാണിച്ച ഒരു മെയിൻ ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ജാസ്മിൻ എന്ത് യോഗ്യതയുണ്ട് ജിൻഡോ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ? ജിൻഡോ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതാണ്. ജിൻഡോയുടെ ആ ലൈഫ് സ്റ്റോറിയൊക്കെ ഈ ജോഷ് ടോക്സിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ജോഷ് ടോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയാൽ മതി. ജിൻഡോ കുറേ കാര്യം പറയുന്നുണ്ട്, ഈ സർദിൽ കഴിവുന്ന കാര്യം എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അത്രയും കണ്ടന്റും കൊടുത്ത് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ഡിസേർവിങ് ആണെന്നേ പറയാൻ പറ്റൂ. അല്ലാതെ അയാൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ഒരു യോഗ്യത ഇല്ലെന്ന് ഒരിക്കലും തോന്നാൻ പറ്റത്തില്ല. അയാൾ അവിടെ ചെന്ന് വേറെ പെണ്ണുങ്ങളുമായിട്ട് പോയി വാഴത്തോപ്പി ചെന്നിരിക്കുകയും കടിക്കുകയും നക്കുകയും ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അയാൾ അവിടെ വന്നിരുന്ന ഗെയിമാണ്. അയാൾ അൾട്ടിമേറ്റ്ലി എന്താണ്, അതൊരു ഗെയിമായിട്ട് കണ്ട് അതിന് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന്, അതാണ് ജിൻഡോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പടിച്ച് കഴിഞ്ഞാൽ വലിയ അതിശയമൊന്നുമില്ല. കപ്പടിക്കേണ്ട വ്യക്തി തന്നെ ജിൻഡോ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ജാസ്മിനെ കാട്ടിയും എന്തുകൊണ്ട് എനിക്ക് കപ്പടിക്കാനായിട്ട് തോന്നുന്നൊരു വ്യക്തി അൻസിബയ്ക്ക് കപ്പടിക്കാനായിട്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളോട് സംസാരിച്ചാൽ ഈ പറയുന്ന അൻസിബ വേറെ ലെവലായി മാറും. പക്ഷെ അൻസിബയുടെ ഭാഗത്ത് നിന്ന് ഇച്ചിരിയും കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാര്യം ഇത്രയും നോമിനേഷൻസ് വന്നിട്ടും അൻസിബ സത്യം പറഞ്ഞാൽ കഷ്ടിച്ചായിരുന്നു രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അൻസിബയുടെ ഗെയിം ഇത്രയും കൂടെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ കോംബോ ഒക്കെ അടിച്ചിറക്കുന്നത് നിങ്ങൾ കണ്ടോ? അർജുൻ ശ്രീതു ആയിരുന്നു കോംബോ. അത് ശ്രീതുവിന്റെ വീട്ടിൽ നിന്ന് ശ്രീതുവിന്റെ അമ്മ വന്നതിന് ശേഷം ശ്രീതുവിന്റെ മൊത്തത്തിലുള്ളൊരു പെരുമാറ്റം മാറി. ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു. ശ്രീതു നമുക്ക് ഏകദേശം കാര്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യം ശ്രീതുവിന് കാര്യം കത്തിയിട്ടുണ്ട്. പുറത്ത് ഇത് അത്രയ്ക്ക് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലായിരിക്കും ശ്രീതു നിൽക്കുന്നത്. കാര്യം അവരുടെ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു പേഴ്സണലി അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന പോലെ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ഈ പറയുന്ന പോലെ ഇത്രയും വൾഗറായിട്ടുള്ള സംഭവമല്ല. ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കണക്കല്ല. കണ്ടുകൊണ്ടിരിക്കുക, അത്യാവശ്യം റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. അപ്പം ഇനിയിപ്പോൾ പുതിയ കോംബോ എന്ന് പറയുന്നത് ജാർ എന്ന് പറയുന്ന കോംബോയാണ്. ജാസ്മിൻ അർജുൻ ജാർ. എന്തൊക്കെ പേരെന്ന് ആലോചിച്ചാണ്. ഒരേ ഡ്രസ്സ് ഇടുന്ന്. ഇന്നലെ തൊട്ട് അർജുൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കാര്യമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, എല്ലാവരുടെ അമ്മമാർ വരുമ്പോഴും ജാസ്മിൻ്റെ ഒരു പെരുമാറ്റവും ജാസ്മിൻ്റെ മെഴുകലും ഒക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഡ്രാമ നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ ശരണ്യാനന്ദിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ്. സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരുടെ? ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം മെയിനായിട്ട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിഷയം ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്ത്, ബിഗ് ബോസിൽ പോവാത്തവരുടെ അടുത്ത് വരെ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം. ജാസ്മിൻ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. റിലേഷൻ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയുമായിട്ട് അടുത്തെന്ന് അറിഞ്ഞപ്പം ആ വ്യക്തി മാറി. ശരണി വളരെ കൂളായിട്ട് ഓഫ്കോഴ്സ് മാറുമല്ലോ. മാറിയില്ലെങ്കിലേ ഉള്ള അതിശയം. അതാണ് ഉദ്ദേശിച്ചത്. മാറി. സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിൾ ആയിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു. ഗെയിം വരുമ്പോ ആ കരച്ചിൽ മാറ്റുന്നു. ജനങ്ങൾ പൊട്ടന്മാരല്ല. പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവളുടെ കൊടിയും പിടിച്ചോട്ട് നടക്കുന്നത്. എന്തൊരു PR വർക്കാന്നറിയോ? ഹോട്ട്സ്റ്റാറിന്റെ താഴെ നിങ്ങൾ പോയി നോക്കണം, ജാസ്മിന്റെ സപ്പോർട്ട് അറിയണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമായിട്ട് കൊണ്ടു കടന്നിരുന്ന് കമന്റ് ഇടുക. അത്രയ്ക്ക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ജാസ്മിൻ ഇത് ചെയ്യുന്നത്, ജാസ്മിൻ കണ്ടില്ലേ, ജാസ്മിൻ ഫയർ ആണ്. ഇന്നത്തെ ഒരു ടാസ്കിന്റെ ഇടയിൽ തന്നെ ജാസ്മിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു.
പക്ഷേ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടപ്പെടാത്തത്. ആ ഒരു പെരുമാറ്റവും സിജോ അടുത്തും അവരുടെ അടുത്ത് അപ്സരയുടെ അടുത്തൊക്കെ ഉള്ള ഒരു പെരുമാറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. കാര്യം അങ്ങനല്ല, അവർ റെസ്പെക്ട് കൊടുക്കാതാണ് പ്രത്യേകിച്ച് ജാസ്മിന്റെ ഭാഗത്ത് നിന്ന്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തിരിച്ച് നേരെ അപ്സര എന്ന് വിളിക്കുക, അത്രയും നേരം ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആള് നേരെ മാറിയിട്ട് അപ്സര. അതിനുവേണ്ടിയുള്ള സംഭവം നടന്നിട്ടില്ല. അവിടെ നിന്ന് ഈ പറയുന്ന ജിൻഡോയുടെ കേസ് എന്താ? ജിൻഡോ അടുത്ത് ഇതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത്. ജിൻഡോ കാക്ക എന്ന് വിളിച്ചിട്ട് എടാ ജിൻഡോ എന്നായി, പിന്നെ പട്ടി എന്നായി. ഇതൊക്കെ തന്നെ ഇതൊന്നും ആർക്കും അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഖംമൂടിയാണോ? മുഖംമൂടി ആണോ അല്ലെങ്കിൽ എന്താ ഗെയിം അറിയാനായിരിക്കും ചിലപ്പം ജനങ്ങൾ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. മുഖംമൂടി ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ജനങ്ങൾ ഇപ്പോഴും അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്നതെന്ന് ഉള്ള കാര്യമല്ലേ. ഇപ്പോഴും ഒക്കെ വോട്ട് ചെയ്യുന്ന ആരാന്ന് എല്ലാവരും ചോദിക്കുന്നത്. ആരാണ് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഇത് എന്താണ് സോഷ്യലി ഇവള് കൊടുത്തൊരു മെസ്സേജ്? അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആയിരിക്കും. കാര്യം മെസ്സേജ് കൊടുക്കാനല്ല പല ആൾക്കാരും അതിനകത്തോട്ട് പോകുന്നത്. ആഫ്റ്റർ ഓൾ നമ്മൾ അതിനകത്ത് പല തന്ത്രങ്ങളും ഉപയോഗിച്ച് കളിച്ച് ജയിക്കുക എന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ ഇതൊരു ഫാമിലി ഷോയാണ്. ഈ ഒരു ഫാമിലി ഷോയിൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ കൊണ്ട് എന്താണ് കൊടുത്തത്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി ചർണി പറഞ്ഞ പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം മേ ബി ഇപ്പോഴും വോട്ട് കൊടുത്ത് അവിടെ നിലനിർത്തിയിരിക്കുന്നത്. എന്നോട് ഒരു ചോദ്യം ഗബ്രിയാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ഗബ്രി എന്നോട് ചോദിച്ചു, ഷർണി ചേച്ചി ഞങ്ങൾ രണ്ടുപേരുടെ റിലേഷൻ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഡ്യൂഡ്, നിങ്ങൾ ലവ് ആയാൽ എന്താ, ലവ് ആയില്ലെങ്കിൽ എന്താ, എനിക്കെന്താ പ്രശ്നം? നിങ്ങളൊരു കാര്യം കേട്ടോണം, ഗബ്രി ശരണി എടുത്ത് പോയി ചോദിച്ചെന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്താ തോന്നുന്നതെന്നുള്ള രീതിയിൽ. ഇവൻ പുറത്തു വന്നിരുന്ന് എന്ത് പറഞ്ഞേ, എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല, അതാണ് വീട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെയല്ലേ ഇവൻ വന്ന് പറയുന്നത്. ഇവൻ പിന്നെ എന്തിനാണ് ഇവന് തന്നെ സംശയം, ഇവരുടെ റിലേഷൻഷിപ്പിൽ സംശയം ഉണ്ടെങ്കിൽ ഇവൻ എന്തിനും ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് എന്ന് ചോദിക്കണം, ഞങ്ങളുടെ റിലേഷൻ കണ്ടുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതാണ്. അപ്പം ശരണി പറഞ്ഞ് എനിക്കിത് തിരക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുവാ, അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഇവ ഇവിടെ പുറത്ത് വന്നിരുന്ന് ഈ വെളുപ്പിരി ഇത്ര നാടകങ്ങൾ കളിക്കുന്നത്. അത് ആലോചിച്ചോണം. എന്റെ മാറ്ററല്ല, ഞാൻ ഇവിടെ വന്ന ഗെയിം കളിക്കാനാണ്. നിങ്ങൾ ലവ് ചെയ്യാണ്ടിരിക്കോ അത് നിങ്ങളുടെ ലുക്കൗട്ടാണ്, എന്റെ ലുക്കൗട്ട് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു. എനിക്കൊന്നും നിങ്ങളുടെ മാറ്ററിൽ എനിക്ക് ഇന്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. ആക്ച്വലി ഞാൻ പറയട്ടെ, ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവറാണ്. നമ്മൾ ലവ് എന്ന് പറയുന്നത് ഇങ്ങനെ കാഴ്ച വസ്തു ആക്കത്തില്ല. ഇത് ലവ് എന്ന് പറയുന്നത് ഇത് ലവ് ആണോ, സ്നേഹം, ഇത് ഫ്രണ്ട്ഷിപ്പ് ആണോ, ലവ് ആണോ, ലസ്റ്റ് ആണോ, ഒരു തേങ്ങ മനസ്സിലാവാത്ത രീതിയിലല്ലേ ഇവരുടെ പെരുമാറ്റം. ഇത് ആ ലവ് എന്ന് പറയുന്ന ഒരു പ്യുവറായിട്ടുള്ള ഒരു വേർഡാണെന്ന് എടുത്തു പറയുന്നുണ്ട്. കാര്യം ശരണ്യ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പം ഇപ്പോഴും അവർ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടും ഇപ്പം നിലവിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാക്കിന്റെ ഒരു അർത്ഥമില്ലാതാക്കുന്ന രീതിയിലാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും പെരുമാറ്റം എന്ന് ശരണ്യ എടുത്ത് പറയുന്നുണ്ട്. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ആ കാര്യം ഞാൻ ഒരു രേവതിയുടെ റിവ്യൂവിനകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി എടുത്ത് പറയുന്നുണ്ട്, ഇതിനെ പ്രണയം എന്ന് പറഞ്ഞ ഇത്രയും മനോഹരമായ ഒരു വാക്ക് നിങ്ങൾ പറയരുതേ, ഇതിന് പറയേണ്ടത് ഫ്ലേട്ടിംഗ് ആണെന്നാണ് പറയേണ്ടത്. ഉള്ള കാര്യമല്ലേ? അഭിനയത്തിന് ഒരു കുറവുമില്ല. ഇനിയിപ്പോൾ അഭിനയം നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യും, 2 ദിവസം കൂടെ. ഇനിയിപ്പോൾ അടുത്ത വൻ അഭിനയം വരാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. ജെനുവിൻ ആയിരിക്കും. പിന്നെ ദ വേ വി ടച്ച്, ദ വേ വി ടോക്ക്, അതിലൊക്കെ ഒരു പ്യൂരിറ്റി ഉണ്ടാവും. അതെ, ഇതൊന്നും എനിക്ക് ആ സോളുകളിൽ തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറയണം കേട്ടോ. എനിക്ക് ഒരു പോയിന്റിൽ തോന്നി ഇവര് മറ്റേ പുറത്തുനിന്ന് ട്രയാങ്കിൾ വെച്ചിട്ടുള്ള കളിയാണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നുള്ള രീതിയിലാണ് അകത്തുള്ള എല്ലാവർക്കും തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അകത്തുള്ള അല്ല, പുറത്തുള്ള എല്ലാവർക്കും തോന്നുന്നുണ്ട്. എൻ്റെ അറിവിൽ അത് പുറത്തുനിന്ന് പ്ലാൻഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇവളുടെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എല്ലാം പോയി. ഇവള് പറയുന്ന സത്യം ഏതാണ്, ഇവള് പറയുന്ന ഒന്നും മനസ്സിലാക്കുമ്പോൾ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലോട്ട് ആക്കി കളഞ്ഞ്. കാര്യം നല്ല സ്വഭാവമാണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും മുല്ലപ്പൂ ഫാൻസിന് സന്തോഷത്തിന്റെ രാവുകളാണ് ഇനി വരാൻ പോകുന്നത്. പുതിയ കോംബോ വന്നതുകൊണ്ട് ജാർ എന്ന് പറയുന്ന കോംബോ നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ല രീതിയിൽ ആ കോംബോ വീണ്ടും പുതിയ റീൽസൊക്കെ കട്ട് ചെയ്ത് ധൈര്യമായിട്ട് എല്ലായിടത്തും പോസ്റ്റ് ചെയ്ത് ആ കോംബോ നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും ഈ ഗബ്രിയുടെ കണക്ക് കാണരുത്. ഇതൊരു അടിപൊളി കോംബോ ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.